കെ മുരളീധരനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കെ മുരളീധരൻ 2005 ഏത് പാർട്ടിയിലായിരുന്നു, 2006 ഏത് പാർട്ടിയിലായിരുന്നു, 2009 ഏത് പാർട്ടിയിലായിരുന്നു. 5 or 6 തവണ കെ മുരളീധരൻ പാർട്ടി മാറിയിട്ടുണ്ട്. കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട്, വയനാട്ടിൽ 3ാം സ്ഥാനത്തായിട്ടുണ്ട്. അപ്പോൾ കെ മുരളീധരൻ ഇന്ന് പറയുന്നതിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടത് പറയും. അല്ല, എ കെ ആന്റണിയുടെയും കെ കരുണാകരൻ്റെയും മാധവറാവു സിന്ധ്യയുടെയും ജിതേന്ദ്ര പ്രസാദിൻ്റെയും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തലമൂത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും. കോൺഗ്രസിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ അഴിമതിയിൽ, കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തിൽ മനം മടുത്തു വരുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളെ അതിനുള്ളൂ. ഒന്ന്, നരേന്ദ്രമോദി എന്നുള്ള നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത്. 2, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ്. ഈ 2 കാരണങ്ങൾ. നിലവിൽ തെരഞ്ഞെടുപ്പ് വരാൻ കുറേ സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങിയാണ്. വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയെ വരാൻ സാധ്യതയുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ രാജിവെച്ച് ചേർന്നില്ലേ, പിന്നെ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ.